ഇന്നത്തെ ഈ പൊതിച്ചോറ് ഒന്നേ ഉള്ളെങ്കിലും സത്യത്തിൽ ഇത് കഴിക്കാൻ പോകുന്നത് രണ്ടുപേരാണ്. ഒരമ്മയും അമ്മയുടെ ഉള്ളിൽ പുറത്തേക്ക് വരാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞാളും. ഒരു പെൺകുട്ടി അവളുടെ അമ്മയെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും അമ്മയുടെ ഉള്ള സ്നേഹം ഏറ്റവും അധികം അവളിൽ കൂടുന്നതും അവളൊരു അമ്മയാകാൻ തയ്യാറെടുക്കുമ്പോഴും അവളൊരു അമ്മയായതിനു ശേഷമായിരിക്കും അല്ലേ. അമ്മയുണ്ടാക്കുന്ന ആഹാരത്തിന്റെ രുചികളൊക്കെ വീണ്ടും വീണ്ടും അവളുടെ നാവിലേക്ക് വരുന്നതും അത് മതിയാവോളം കഴിക്കാൻ തോന്നുന്ന ദിവസങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ഇതോർത്ത് വിഷമിക്കുന്നതും അമ്മ അടുത്തില്ലാത്തവരും നാടും വീടും ഒക്കെ വിട്ട് മാറി നിൽക്കുന്ന പ്രവാസികളൊക്കെ ആയിരിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ 7ാം മാസത്തിലതാ ഇതുപോലൊരു പൊതിച്ചോറൊക്കെ കെട്ടി ഗർഭിണിക്ക് കൊണ്ടേ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. എന്നിട്ട് ആ പൊതിച്ചോറ് അവൾ തുറക്കുന്ന സമയം കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ അവളുടെ ചുറ്റും നിൽക്കും. വേറൊന്നിനുമല്ല, ഈ പൊതിച്ചോറിലെ ഇല പൊട്ടിക്കേറിയിട്ടുണ്ടോ അതോ ഇല്ലയോ എന്നൊക്കെ അറിയാനാണ് ഈ ഒരു നിൽപ്പ്. ഇല പൊട്ടിക്കേറിയ പെൺകുഞ്ഞാന്നും ഇല്ലയിൽ ആൺകുഞ്ഞാന്നും ഒക്കെ ആരോ എപ്പോഴോ പറഞ്ഞു വെച്ച ഒരു തമാശ അതിപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. സംഗതിയുടെ സത്യാവസ്ഥ എന്തായാലും നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ എത്ര മനോഹരമായ ആചാരങ്ങളല്ലേ. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പൊതിച്ചോറ് കഴിക്കാൻ തോന്നാത്ത ഒരു ഗർഭിണി ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇതേപോലെയുള്ള നല്ല നല്ല ആചാരങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്നൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.